Hello all, welcome to Study Wake. വിലയിരുത്തൽ സെക്ഷനിലത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഈസ് മീഥേൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്ലോറോമീഥേൻ. ക്ലോറിൻ പ്ലസ് സൺലൈറ്റിന്റെ പ്രസൻസിലാണോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് സൺലൈറ്റ് ആണോ, ഓക്സിജൻ പ്ലസ് ടെമ്പറേച്ചർ ആണോ, ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണോ? അപ്പം ഏതിന്റെ പ്രസൻസിലായിരിക്കും മീഥേനെ ക്ലോറോമീഥേനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? നമുക്ക് ഫസ്റ്റ് ഈ ഓപ്ഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ എന്തായാലത് ക്ലോറോമീഥേൻ ആണ്. ക്ലോറോമീഥേൻ എന്ന് പറയുമ്പോൾ CH3Cl ആണ്. CH4നെ CH3Cl ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ഉള്ളത് ഏതാണ്? ക്ലോറിൻ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എവിടെയൊക്കെയാണ് ക്ലോറിൻ ഉള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലോറിൻ പ്ലസ് സൺലൈറ്റ്, അവിടെ എന്തുണ്ട്? ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പം ഇതാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് സൺലൈറ്റ്, അവിടെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പം ചിലപ്പം ഇത് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ആണെങ്കിലോ ഓക്സിജൻ പ്ലസ് ടെമ്പറേച്ചർ, ഇത് വരാനുള്ള സാധ്യതയില്ല. ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഇവിടെയും ക്ലോറിനൊന്നും കാണുന്നില്ല. നമുക്ക് ഓപ്ഷൻ കട്ടാക്കാം. ഇനി ഈ രണ്ട് ഓപ്ഷൻസ് നമ്മൾ നോക്കിയാൽ ഈ ടെക്സ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു നോക്കി കുട്ടികൾക്കടക്കം മനസ്സിലാവും. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് സൺലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷന് നമ്മുടെ ടെക്സ്റ്റിൽ എവിടെയും പറയുന്നില്ല. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരിക്കലും സൺലൈറ്റിന്റെ ഒപ്പം കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഇതും നമുക്ക് കട്ടാക്കാം. അപ്പം ഏതായിരിക്കും റൈറ്റ് ആൻസർ കിട്ടുന്നത്? ക്ലോറിൻ പ്ലസ് സൺലൈറ്റ് ആണ് നമുക്ക് കിട്ടുന്ന റൈറ്റ് ആൻസർ. ഇതിപ്പോൾ ഇങ്ങനെയൊന്നും നോക്കാണ്ട് തന്നെ ഈ റിയാക്ഷനിൽ നല്ല പക്ക സെറ്റായി പഠിച്ച മക്കൾക്കാണെങ്കിൽ പെട്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയടിക്ക് അവർ ഇതും ക്ലോറിൻ പ്ലസ് സൺലൈറ്റ് ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പം ഇതുപോലത്തെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ഡിലീഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ ആൻസർ ആണ് ക്ലോറിൻ പ്ലസ് സൺലൈറ്റ്. ഇനി ഈ ക്ലോറിൻ പ്ലസ് സൺലൈറ്റിന്റെ പ്രസൻസിൽ എങ്ങനെയായിരിക്കും മീഥേന് CH3Cl ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? മീഥേൻ എന്ന് പറയുമ്പോൾ CH4 ആണ്. അതായത് ഈ മീഥേനിലത്തെ നാല് വാലൻസിയിലുള്ളത് ഹൈഡ്രജൻ ആറ്റാണ്. മീഥേൻ്റെ 4 കാലും അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റാണ്. ഇതിന് നമ്മൾ Cl2ൻ്റെ കൂടെ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത്. Cl2ൻ്റെ കൂടെ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്താ നടക്കുന്നത്? ഇവിടെയുള്ള ഹൈഡ്രജനിലത്തെ ഈ കാർബണിലത്തെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് ഈ Cl2യിലത്തെ ഒരു ക്ലോറിൻ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് കയറിയിരിക്കുന്നത്? ക്ലോറിൻ കയറിയിരിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിനെ തട്ടി മാറ്റിയിട്ട് ക്ലോറിൻ വന്നിട്ട് ഹൈഡ്രജന്റെ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പം എന്താവും? ഇപ്പോൾ ഫസ്റ്റത്തെ ഈ ഹൈഡ്രജൻ ഇതേപോലെ ഇവിടെ ഉണ്ട്, ഈ ഹൈഡ്രജൻ ഇതേപോലെ ഇവിടെ ഉണ്ട്, ഈ ഹൈഡ്രജനും ഇതേപോലെ ഇവിടെ ഉണ്ട്. പകരം ഈ ഹൈഡ്രജന് വേറെ ആര് വന്നു? ക്ലോറിൻ വന്നു. അപ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് CH3Cl. ഇനി അപ്പം ഇവിടുന്ന് തട്ടി മാറ്റിയ ഹൈഡ്രജൻ അപ്പം എവിടെയാണ് പോകുന്നത്? ഇവിടുന്ന് തട്ടി മാറ്റി ഈ ഹൈഡ്രജൻ ആറ്റം ഇവിടെയുള്ള ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇതെന്തായിട്ട് മാറും? HCl ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് HCl ആണ്. ഓവറോൾ റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നത്? CH4 പ്ലസ് Cl2 ഗീവ്സ് CH3Cl പ്ലസ് HCl. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവരും ഈ ഒരു റിയാക്ഷൻ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ഇത്തരത്തിലുള്ള റിയാക്ഷൻ എന്നാ വിളിക്കുന്നതെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ക്ലോറിൻ ആറ്റം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്ലോറിൻ വന്നിട്ട് ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. In this reaction, one hydrogen atom in methane is substituted by chlorine atom in presence of sunlight അല്ലെങ്കിൽ UV ലൈറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻ വിളിക്കുന്നവരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. ഈ ഒരു ആൻസർ എല്ലാവരും സ്ക്രീൻഷോട്ടും കൂടെ എടുത്തു വെക്കുക, കാരണം നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇതുപോലെ എഴുതുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു കൺവേർട്ട് CH ട്രിപ്പിൾ ബോണ്ട് CH ഇൻടു C2H6. അതായത് CH ട്രിപ്പിൾ ബോണ്ട് CHന C2H6 ഈ ദൈനാക്കാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹൈഡ്രജൻ ആവശ്യമുണ്ടെന്ന് അയക്കുന്നത്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ഒന്ന് എടുത്ത് എഴുതി നോക്കാം. CH ട്രിപ്പിൾ ബോണ്ട് CH അതെന്തായിട്ടാണ് മാറുന്നത്? C2H6 ആയിട്ടാണ് മാറുന്നത്. നമുക്ക് C2H6 ഇങ്ങനെ എഴുതി കൂടെ? CH3. ഇനി നിങ്ങളൊന്ന് റിയാക്ഷൻ നോക്കിയേ. ഫസ്റ്റത്തെ കാർബണാറ്റത്തിന് നോക്കിയേ. ഈ ഫസ്റ്റത്തെ കാർബണാറ്റത്തിൽ എന്തായാലും ഒരു ഹൈഡ്രജൻ ആറ്റം ഉള്ളത്. ഇവിടെ നോക്കിയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഉള്ളത്. ഇനി ഇതേ സംഭവം ഈ പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്തായി? CH3 ആയി. അത് ഇവിടെ ഉണ്ടായ CH ഇവിടെ എത്തുമ്പോൾ CH3 ആയിട്ട് മാറി.
അപ്പോൾ CH3 ആവണമെങ്കിൽ അവിടെ എത്ര ഹൈഡ്രജൻ ആറ്റാണ് വേണ്ടത്? ഒരു ഹൈഡ്രജൻ ആറ്റം ഉള്ളത് 3 ഹൈഡ്രജൻ ആയിട്ട് മാറി. അപ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റം ഇവിടെ വേണ്ടത്? 2 ഹൈഡ്രജൻ ആറ്റല്ലേ? അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ 2 ഹൈഡ്രജൻ ആറ്റാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് നോക്കിയേ, ഇവിടെയും ഈ CH എന്ന് പറയുന്നത് എന്തായിട്ടാണ് മാറുന്നത്? CH3 ആയിട്ടാണ് മാറുന്നത്. അപ്പം ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റാണ് വേണ്ടേ? 2 ഹൈഡ്രജൻ ആറ്റാണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ ഈ റിയാക്ഷനിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഇൻവോൾവ് ചെയ്യുന്നത്? ഇവിടെയുള്ള 2 ഹൈഡ്രജൻ ആറ്റവും ഇവിടെയുള്ള 2 ഹൈഡ്രജൻ ആറ്റവും. അപ്പോൾ 2 ഹൈഡ്രജൻ പ്ലസ് 2 ഹൈഡ്രജൻ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ആറ്റം കിട്ടുന്നത്? 4 ഹൈഡ്രജൻ ആറ്റാണ് കിട്ടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു കൺവേർട്ട്? അപ്പം ഹൈഡ്രജൻ മോളിക്യൂൾ എത്ര എണ്ണമെന്നാണ് ചോദിക്കുന്നത്. ഹൈഡ്രജൻ മോളിക്യൂൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? H2 എന്നാണ് ഹൈഡ്രജൻ മോളിക്യൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ എത്ര ഹൈഡ്രജൻ മോളിക്യൂളാണ്? 2 ഹൈഡ്രജൻ മോളിക്യൂള്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 2H2 മോളിക്യൂള്, അല്ലെങ്കിൽ 2 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ആണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഇതുപോലെ ആറ്റം എന്നാണ്, തന്മാത്ര എന്നാന്നല്ല നിങ്ങൾ ഓൾറെഡി 8ാം ക്ലാസ് മുതൽ പഠിച്ചിട്ട് വരുന്നതാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ ഇതാണ് പറയുന്നത്. കെമിക്കൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഹൈഡ്രജൻ ആറ്റത്തിനെ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്ര മോളിക്യൂളോ ഹൈഡ്രജൻ ആറ്റത്തിന് ആഡ് ചെയ്തേ? 2 മോളിക്യൂളോ ഹൈഡ്രജൻ ആറ്റത്തിന് ആഡ് ചെയ്തേ. അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CHലേക്ക് 2 മോളിക്യൂളോ ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്തു. അപ്പോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? CH3 ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇവിടെ ഒരാളെയും കൂടി കൊടുത്തിട്ടുണ്ട്, നിക്കൽ കാറ്റലിസ്റ്റ്. ഇവിടെ നോക്കി, ഹൈഡ്രജൻ ആറ്റത്തിന് ആഡ് ചെയ്യുന്ന പറയുമ്പം അത് എന്ത് റിയാക്ഷൻ ആണ്? അഡിഷൻ റിയാക്ഷൻ ആണ്. ഈ അഡിഷൻ റിയാക്ഷൻ മെയിൻ ആയിട്ട് നിക്കൽ എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം ഇതുപോലെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ നിക്കൽ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് കൊടുക്കാൻ മറക്കാൻ പാടില്ല. കാരണം നിക്കൽ പറയുന്ന കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് ഈ ഒരു റിയാക്ഷൻ ഈസി ആയിട്ട് നടക്കുന്നത്. അപ്പം എങ്ങനെയാണ് കെമിക്കൽ ഇക്വേഷൻ എഴുതേണ്ടത്? CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2H2 gives CH3 in presence of nickel catalyst. ഓക്കെ അല്ലേ? അടുത്തതാണ്, ടു വിച്ച് കാറ്റഗറി ഡസ് ദിസ് കെമിക്കൽ റിയാക്ഷൻ ബിലോങ്? ഈ റിയാക്ഷൻ ഏത് കാറ്റഗറിയിലായിരിക്കും പെടുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യാന്ന്, അതുപോലെ നിക്കൽ എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന്റെ പെർസെൻസിലാണ് റിയാക്ഷൻ എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? അഡിഷൻ റിയാക്ഷൻ ആണ്. ബിക്കോസ് ഹിയർ ഹൈഡ്രജൻ ആറ്റം ഈസ് ആഡഡ് ഇൻ ദ ട്രിപ്പിൾ ബോണ്ട് ഓഫ് ഈഥേൻ ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു സിംഗിൾ ബോണ്ടഡ് ഈഥെയ്ൻ. അതായത് ഈഥൈനിന്റെ ട്രിപ്പിൾ ബോണ്ടിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന് ആഡ് ചെയ്യുന്ന സമയത്ത്, 2 മോളിക്യൂൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് അത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഈഥൈനായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ഇവിടെ CH ട്രിപ്പിൾ ബോണ്ട് CH HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് A എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ഈ A എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ N ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് B എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പം ഈ ഒരു റിയാക്ഷനെ കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് HCl ആണ് പറയുന്നത്. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് HCl. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ റിയാക്ഷൻ നടക്കുന്നത്? എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്? ഈ HCl എന്ന് പറയുമ്പോൾ ഏതെല്ലാം ആറ്റയിലത്? ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ CH ട്രിപ്പിൾ ബോണ്ട് CH ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരു ഹൈഡ്രജൻ പോയിട്ട് ഈ ഒരു കാർബണിൽ അറ്റാച്ച് ചെയ്യും. ഇനി അടുത്ത ക്ലോറിൻ പോയിട്ട് ഈ ഒരു കാർബണിലും അറ്റാച്ച് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും പ്രൊഡക്റ്റ് വരുന്നത്? CH H. ഇനി ഇവിടെ ട്രിപ്പിൾ ബോണ്ടിൽ എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. CHCl. അതായത് ആൻസർ കിട്ടുന്നത് CH2 ഡബിൾ ബോണ്ട് CHCl ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. അപ്പൊ A എന്ന് പറയുന്ന പ്രൊഡക്റ്റ് CH2 ഡബിൾ ബോണ്ട് CHCl ആണ്. ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത്? Na gives B. അതായത് Na എന്ന് പറയുമ്പോൾ എന്താണ്? N എന്ന് പറയുന്ന സാധനം കാണുമ്പോൾ ഉറപ്പിച്ചു മക്കളെ, അത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റിനെ പോളിമറൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ N CH2 ഡബിൾ ബോണ്ട് CHCl. ഇങ്ങനെ പോളിമറൈസേഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് എഴുതേണ്ടത്? നമ്മൾ ഫസ്റ്റ് എന്ത് കൊടുക്കണം? ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. പിന്നെ എന്ത് കൊടുക്കണം? ഒരു വര വരക്കണം. പിന്നെ CH2 ഇവിടെയുള്ള ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും.
CH2 സിംഗിൾ ബോണ്ട് CH Cl, പിന്നെയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു വര ഇവിടെ കൊടുക്കുക, n ടൈംസ് കൊടുക്കുക. അപ്പോൾ ആൻസർ കിട്ടുന്നത് CH2 CHCl n ടൈംസ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഫസ്റ്റത്തെ ആൻസർ ഇതാണ്. എ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CHCl, ബി എന്ന് പറയുന്നത് CH2 CHCl n ടൈംസ്. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് HCl gives CH2 ഡബിൾ ബോണ്ട് CHCl. രണ്ടാമത് NCH2 ഡബിൾ ബോണ്ട് CHCl എന്ന് പറയുമ്പോൾ CH2 CHCl n ടൈംസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി മോളിക്യൂൾസ് എ ആൻഡ് ബി. മോളിക്യൂൾ എൻ്റെയും ബിൻ്റെയും IUPAC നെയിമാണ് ചോദിക്കുന്നത്. ഈ ഒന്നാമത്തെ പാഠം പഠിച്ച് നിങ്ങൾക്ക് IUPAC നെയിം തമ്മിൽ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് എന്താണ്? CH2 ഡബിൾ ബോണ്ട് CHCl ആണ്. CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് പറയുമ്പോൾ ക്ലോറോ ഈഥീൻ ആണ് ആൻസർ കിട്ടുന്നത്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന കോമൺ നെയിമാണ് വിനൈൽ ക്ലോറൈഡ്. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കോമ്പൗണ്ടിനെയാണ് പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ടു വിച്ച് കാറ്റഗറി ഡസ് ഈച്ച് ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ ബിലോങ്. അതായത് നമുക്ക് ഈ രണ്ട് കെമിക്കൽ റിയാക്ഷൻ ആണെന്നത്. ആദ്യത്തെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്, രണ്ടാമത്തെ വേറെ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ ഏതാണ് ഈ രണ്ട് റിയാക്ഷൻ എന്ന് ചോദിക്കുന്നത്? ആദ്യത്തെ റിയാക്ഷൻ നമുക്കറിയാം, ഇവിടെ എന്താ ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എന്ത് റിയാക്ഷൻ ആണ്? അഡിഷൻ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡിഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ആഡഡ് ടു ദി ട്രിപ്പിൾ ബോണ്ട് ഓഫ് ഈഥൈൻ. രണ്ടാമത്തെ റിയാക്ഷൻ എന്നാണ് ഓൾറെഡി പറഞ്ഞു, എന്ന് പറയുന്ന വേർഡ് കണ്ട് ഉറപ്പിച്ചു, അത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. സെക്കൻഡ് വൺ ഈസ് പോളിമറൈസേഷൻ റിയാക്ഷൻ. മോണോമേഴ്സ് ഓഫ് ക്ലോറോ ഈഥീൻ ഈസ് പോളിമറൈസ്ഡ് അല്ലെങ്കിൽ ജോയിൻ ടുഗെദർ ടു ഫോം പോളിവിനൈൽ ക്ലോറൈഡ്. അതായത് ക്ലോറോ ഈഥീൻ്റെ മോണോമേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പോളിവിനൈൽ ക്ലോറൈഡ് പറയുന്നത് അല്ലെങ്കിൽ PVC എന്ന് പറയുന്ന വലിയൊരു ലാർജ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും വീഡിയോ ആണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വിച്ച് ഓഫ് ദ ഗിവൺ പോളിമേഴ്സ് ഈസ് യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സർഫേസ് ഓഫ് കുക്ക് വെയർ. അതായത് കുക്ക് വെയറിൻ്റെ നമ്മളിപ്പം ഈ പാനൽ ഉപയോഗിക്കുന്നില്ലേ, ഫ്രൈ പാൻ്റെ എല്ലാം, ആ ഫ്രൈ പാൻ്റെ എല്ലാം കോട്ടിങ്ങിന് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്നർ സർഫേസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് പോളിമറാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. പോളിത്തീൻ ആണോ, പോളിവിനൈൽ ക്ലോറൈഡ് ആണോ, ടെഫ്ലോൺ ആണോ? ഏതാണ് ആൻസർ? ടെഫ്ലോൺ ആണ്. പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ അഥവാ ടെഫ്ലോൺ ഈസ് എ പോളിമർ മാനുഫാക്ചേർഡ് ഫ്രം ടെട്രാഫ്ലൂറോ ഈഥീൻ ഈസ് യൂസ്ഡ് ടു കോട്ട് ഇന്നർ സർഫേസ് ഓഫ് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ. ടെഫ്ലോൺ ഈസ് എ പോളിമർ ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് വിത്ത് ഹൈ ടെമ്പറേച്ചർ. അതായത് ഈ ടെഫ്ലോൺ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ ടെഫ്ലോൺ നമുക്കറിയാം, നമ്മൾ ഫ്രൈ പാനിലെല്ലാം നമ്മളെല്ലാം ഫ്രൈ എല്ലാം ചെയ്യുന്ന സമയത്ത് നല്ലോണം ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്. ഈ ടെഫ്ലോണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അതിനെ ഹൈ ടെമ്പറേച്ചറിലും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെല്ലാം ഇന്നർ സർഫേസ് കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടെഫ്ലോൺ ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പഠിച്ചു വെച്ചോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മോണോമർ ഓഫ് ദിസ് പോളിമർ. ഇതിന്റെ മോണോമർ എന്ന് പറയുന്നത് CF2 ഡബിൾ ബോണ്ട് CF2 ആണ്, അല്ലെങ്കിൽ ടെട്രാ ഫ്ലൂറോ ഈഥീൻ. അപ്പോൾ മോണോമർ എന്ന് പറയുന്നത് CF2 ഡബിൾ ബോണ്ട് CF2 അല്ലെങ്കിൽ ടെട്രാ ഫ്ലൂറോ ഈഥീൻ ആണ് ഇതിലത്തെ മോണോമർ. ഒരു റിയാക്ഷൻ കൂടി നോക്കി വെച്ചോ. NCF2 ഡബിൾ ബോണ്ട് CF2 gives CF2 സിംഗിൾ ബോണ്ട് CF2 n ടൈംസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും പോളിമറൈസേഷൻ നടക്കുന്ന സമയത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കണ്ടൻസേഷൻ പോളിമർ. പോളിവിനൈൽ ക്ലോറൈഡ് ആണോ, നൈലോൺ 66 ആണോ, ടെഫ്ലോൺ ആണോ? അപ്പോൾ ഇതിൽ ഏതാണ് കണ്ടൻസേഷൻ പോളിമർ? ഒരു ഡൗട്ടും വേണ്ട, നൈലോൺ 66 ആണ് കണ്ടൻസേഷൻ പോളിമർ എന്ന് പറയുന്നത്. അപ്പം നൈലോൺ 66 ഈസ് എ കണ്ടൻസേഷൻ പോളിമർ. പോളിവിനൈൽ ക്ലോറൈഡ് ആൻഡ് ടെഫ്ലോൺ ആർ ദ എക്സാമ്പിൾ ഓഫ് അഡിഷൻ പോളിമേഴ്സ്. ബാക്കി രണ്ടും ഏതിന്റെ എക്സാമ്പിൾ ആണ്? അഡിഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി മോണോമേഴ്സ് ഓഫ് നൈലോൺ 66. നൈലോൺ 66ന്റെ മോണോമേഴ്സ് ഏതെല്ലാമാണ്? ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഹെക്സാമെഥിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും ആണ് നൈലോൺ 66ന്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത്. അതായത് monomers are hexamethylene diamine and adipic acid. These two monomers undergo condensation reaction, eliminating a molecule of water molecule and form the polymer nylon 66. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അഡിപ്പിക് ആസിഡിന്റെ സ്ട്രക്ചർ പഠിക്കണം, ഹെക്സാമെഥിലീൻ ഡയമീൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്നത് CH2 4 ടൈംസ് COH ആണ്. രണ്ട് സൈഡിലും കാർബോക്സിലിക് ഗ്രൂപ്പിലെ ഒരു ആസിഡിനെയാണ് അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ഹെക്സാമെഥിലിൻ ഡയമീൻ എന്ന് പറയുന്നത് CH2 6 ടൈംസ് NH2 ആണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ റിയാക്ഷൻ നോക്കി നോക്കിയേ. അടുപ്പിക് ആസിഡ് എന്ന് പറയുന്നത് COH CH2 4 ടൈംസ് COH ആണ്. ഇനി ഇവിടെ പ്രൊഡക്റ്റ് സൈഡ് നോക്കിയെങ്കിൽ അല്ലെങ്കിൽ നൈലോൺ 6 നോക്കിയെങ്കിൽ ഇവിടെ COHയിലത്തെ OH എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇല്ല. ബാക്കി ഏതായുള്ളത് CO എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CH2 4 ടൈംസ് ഇവിടെ അതേപോലെ ഉണ്ട്. പിന്നെ ഇവിടെയും ഈ OH ഇല്ല, CO അതേപോലെ ഉണ്ട്. പിന്നെ ഈ NH2യിലത്തെ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ മിസ്സിംഗ് ആണ്. ഇനി അപ്പം ബാക്കിയുള്ള NH ഇവിടെ കൊടുത്തിട്ടുണ്ട്. CH2 6 ടൈംസ് ഉണ്ട്. ഇവിടെയും H2യിലത്തെ ഒരു ഹൈഡ്രജൻ ആറ്റം മിസ്സിംഗ് ആണ്, NH ആണുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ ഇല്ല ഈ OHും ഇവിടെയുള്ള ഹൈഡ്രജൻ ആറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തായി? ഒരു വാട്ടർ മോളിക്യൂൾ ആയിട്ട് അത് എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത്തെ കേസിലും ഇതുപോലെ ഈ OHും ഇവിടെയുള്ള OHും കൂടി കമ്പൈൻ ചെയ്തിട്ട് അവിടെയും വാട്ടർ മോളിക്യൂൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്? പ്ലസ് NH2 എന്ന് കൊടുക്കുന്നത്. അപ്പം അടുപ്പിക് ആസിഡിന്റെയും ഹെക്സാമെഥിലിന്റെയും സ്ട്രക്ചർ അറിഞ്ഞാൽ നമുക്ക് ഈ നൈലോൺ 6 എന്ന് പറയുന്ന കോമ്പൗണ്ട് പെട്ടെന്ന് എഴുതാൻ പറ്റും. കാരണം ഈ രണ്ട് സൈഡിലെത്തിയും OH കളഞ്ഞിട്ട് അതുപോലെ ഈ NHയിലത്തെ ഒരു ഹൈഡ്രജൻ ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടി? നൈലോൺ 6ന്റെ സ്ട്രക്ചർ കിട്ടി. CO CH2 4 ടൈംസ് CO OHും ഈ NH2യിലത്തെ ഹൈഡ്രജൻ കൂടി കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത്. C2H22O11 plus H2O in presence of a catalyst A അല്ലെങ്കിൽ in presence of an enzyme A gives C6H12O6 plus B. ഇനി ഈ C6H12O6 in presence of C gives C2H5OH plus D. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ മൊത്തം കിളി പോകുന്നുണ്ടാവും. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്? ഒരു റിയാക്ഷനെ ബേസ് ചെയ്തിട്ടില്ല എന്ന്. ഏതാണ് ആ റിയാക്ഷൻ? ഇതാണ് ആ റിയാക്ഷൻ. അതായത് ഷുഗർ സൊല്യൂഷനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് ഏത് എൻസൈമിന്റെ പ്രസൻസിൽ? ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ. അപ്പൊ എന്തായിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. ഇതിലത്തെ ഈ ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഫ്രക്ടോസിനെ പിന്നെ സൈമേസ് എന്ന് പറയുന്ന എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് എഥനോളിന്റെ മാനുഫാക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷനാണ് ഇത്. അപ്പൊ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് ഏതാണ്? C12H22O11 plus H2O gives in presence of A. In presence of A എന്ന് പറയുന്നത് ഏതാണ്? A എന്ന് പറയുന്നത് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. B എന്ന് പറയുന്നതോ C6H12. B എന്ന് പറയുന്നത് C6H12O6 ആണ്. C6H12O6 എന്ന് പറയുന്ന സമയത്ത് അത് ഫ്രക്ടോസ് മോളിക്യൂൾ ആണ്. അടുത്ത C എന്ന് പറയുന്നതോ C എന്ന് പറയുന്നത് ഈ C6H12O6 അല്ലെങ്കിൽ ഇവിടെ കിട്ടിയ ഫ്രക്ടോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന C എന്ന് പറയുന്ന എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എഥനോളും പിന്നെ ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ആണ്. അപ്പം C എന്ന് പറയുന്നത് സൈമേസ് ആണ്, D എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം ഈ ഒരു റിയാക്ഷൻ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് എയും ബിയും സിയും ഡി എന്ന് കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. A എന്ന് പറയുന്നത് ഇൻവെർട്ടേസ് എൻസൈം ആണ്, B എന്ന് പറയുന്നത് ഫ്രക്ടോസ് മോളിക്യൂൾ ആണ്, C എന്ന് പറയുന്നത് സൈമേസ് എൻസൈം ആണ്, D എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് റിയാക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഷുഗർ സൊല്യൂഷൻ അഥവാ C12H22 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് ഏതിന്റെ പ്രസൻസിൽ? ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ. അപ്പൊ ഈ C12H22O11 എന്ന് പറയുന്നത് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? C6H12O6 C6H12O6 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ഇനി ഇതിലത്തെ ഗ്ലൂക്കോസിനോ അല്ലെങ്കിൽ ഫ്രക്ടോസ് മോളിക്യൂളിനോ പിന്നെ സൈമേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് വാഷ്. വാഷ് എന്നാണ് ചോദിക്കുന്നത്. വാഷ് എന്നാണ്? 80 to 10% of ethanol is called വാഷ്. ഹൗ ഈസ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം വാഷ്. എങ്ങനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഓഫ് വാഷ് എന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. വെൻ എ വാഷ് ഈസ് സബ്ജക്റ്റഡ് ടു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ 95.6% ഓഫ് എഥനോൾ 95.6% എഥനോൾ എന്നാവും കിട്ടും. ഈ വാഷിന് അതായത് 8 to 10% എഥനോളിന് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ നടത്തുന്ന സമയത്ത് 95.6% എഥനോൾ കിട്ടും. ഈ എഥനോളിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അടുത്താണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡീനാച്ചുറിങ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പൊ ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ എന്തിനാണ് ഡീനാച്ചുർ ചെയ്യുന്നത്? ഈ ഡീനാച്ചുറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിലേക്ക് എഥനോൾ ആഡ് ചെയ്തിട്ടാണ് ഡീനാച്ചുറിങ് നടത്തുന്നത്. എന്തിനാ ഈ ഡീനാച്ചുറിങ് നടത്തുന്നത് വെച്ചാൽ
ഈസ് ഡൺ ടു പ്രിവെന്റ് ദ മിസ്യൂസ് ഓഫ് ബിവറേജസ്. അതായത് നമ്മൾ ബിവറേജസിലെല്ലാം യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നത്, ഡീനാച്ചുർ ചെയ്യുന്നത്, അതായത് മെഥനോളുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇതെന്തിനാണ്, ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ്. അത് ഏതായിട്ട് യൂസ് ചെയ്യില്ല, ബിവറേജസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. സോ ഡീനാച്ചുറിങ് ഈസ് ഡൺ ടു പ്രിവെന്റ് ദ മിസ്യൂസ് ഓഫ് ബിവറേജസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഈസ് എഥനോയിക് ആസിഡ് ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി. എഥനോയിക് ആസിഡിനെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ഉണ്ടാക്കുന്നത് ചോദിക്കുന്നത്. എഥനോയിക് ആസിഡ് പറയുമ്പോൾ എന്താണ്, CH3COOH എഥനോയിക് ആസിഡ് എന്ന് പറയുന്നത്. എഥനോയിക് ആസിഡിനെ എങ്ങനെ ഇൻഡസ്ട്രിയൽ ആക്കുന്നത്, CH3OH അഥവാ മെഥനോളിലേക്ക് കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, CH3COH എന്ന് പറയുന്ന എഥനോയിക് ആസിഡ് കിട്ടും. രണ്ടാമത്തെ 5 to 8% ഓഫ് എഥനോയിക് ആസിഡ് ഈസ് കോൾഡ് വിനെഗർ. 5 to 8% ഇല്ല എഥനോയിക് ആസിഡിനെ വിളിക്കുന്ന പേരാണ് വിനെഗർ. CH3OH plus CO gives CH3COH. രണ്ടാമത്തെ 5 to 8% ഓഫ് എഥനോയിക് ആസിഡിനെ വിളിക്കുന്ന പേരാണ് വിനെഗർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, CH3COH plus CH3OH in presence of concentrated sulfuric acid give CH3CO CH3 plus H2O. Analyze the equation and answer the following questions. ഫസ്റ്റത്തേതാണ്, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു റിയാക്ഷന്റെ പേരെന്താണ്, നമുക്കൊന്ന് റിയാക്ഷൻ നോക്കി നോക്കാല. ഇവിടെ എന്തെല്ലാം ഉള്ളത്, CH3COH, അതായത് ഇവിടെ എന്താ ഉള്ളത്, ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു ആസിഡ് ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ CH3OH ഇതെന്താണ്, ഒരു ആൽക്കഹോളാണ്. ഇത് ഏതിന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, വീര്യം കൂടിയ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, പ്ലസ് വാട്ടറും കിട്ടുന്നുണ്ട്. അപ്പം ഇത് സംഭവം എന്താണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്യുന്നത് മീഥൈൽ എഥനോയിറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ആണ്. ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു എസ്റ്റർ ആണ്, മീഥൈൽ എഥനോയിറ്റ്. പ്ലസ് എന്തുണ്ട്, ഒരു വാട്ടർ മോളിക്യൂളും ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ എസ്റ്റർ ഫോം ചെയ്യുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താണ്, എസ്റ്റെറിഫിക്കേഷൻ റിയാക്ഷൻ. ഇനി ഈ റിയാക്ഷൻ എന്താ നടക്കുന്നത്, CH3COH പ്ലസ് CH3OH ആണ് റിയാക്ട് ചെയ്യുന്നത്. ഏതിന്റെ പ്രസൻസിൽ, H2SO4 പ്രസൻസിൽ. നിങ്ങൾ കുറച്ചും കൂടി ഇനി +2 എത്തിയിട്ട് സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ എന്തുണ്ട്, ലാബിൽ ചെയ്യാനുണ്ടാവും. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് എസ്റ്ററിന്റെ സ്മെല്ല്, ഫ്രൂട്ടി സ്മെല്ലെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ റിയാക്ഷനിൽ എന്താ നടക്കുന്നത്, CH3COHനെ CH3OH ആയിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ കണ്ട് ഉറപ്പിച്ചോ, അവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് പറയുന്നത് വാട്ടർ ആണ്. കാരണം അവിടെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഇനി ഇവിടെ ഈ OHലത്തെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് എന്താണ്, CH3COO ആണ്. അതായത് ഇവിടെ ഉള്ള ഹൈഡ്രജൻ ആറ്റും ഈ OHലത്തെ ഹൈഡ്രജൻ ആറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്താവും, വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടുന്ന CH3COCH3 ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ എഥനോയിറ്റ് എന്ന് പറയുന്ന എസ്റ്റർ. അതായത് ഇത് മീഥൈൽ എഥനോയിറ്റ് CH3COCH3. അപ്പോൾ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് റിയാക്ഷൻ, എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. വാട്ട് ഇസ് ദ നെയിം ഓഫ് എസ്റ്റർ ഫോംഡ്, മീഥൈൽ എഥനോയിറ്റ് ആണ് കിട്ടുന്ന എസ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി യൂസസ് ഓഫ് എസ്റ്റേഴ്സ്. എസ്റ്റേഴ്സിന്റെ യൂസ് എന്തായിരിക്കും, നമുക്കറിയാം എസ്റ്ററിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ലാണ്. അപ്പോൾ ഈ പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ല് നമ്മൾ മെയിനായിട്ട് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്, നല്ല മണമുള്ള സാധനങ്ങൾ മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യല്, പെർഫ്യൂം ആയിട്ടല്ലേ, യൂസ്ഡ് ഇൻ പെർഫ്യൂംസ് ആൻഡ് ഇൻ ഫ്ലേവറിംഗ് ഏജന്റ് ഡ്യൂ ടു ദർ പ്ലസന്റ് ഫ്രൂട്ടി സ്മെൽ. പിന്നെ യൂസ്ഡ് ആസ് എ സോൾവെന്റ് ഇൻ ഇൻഡസ്ട്രീസ് ഫോർ പെയിന്റ്സ് വാർണിഷ് ചെയ്യാനെല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എസ്റ്ററിന്റെ ആദ്യത്തെ റിയാക്ഷന്റെ നെയിം എന്ന് പറയുന്നത് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ്. ഫോം ചെയ്യുന്ന എസ്റ്റർ പറയുന്ന മീഥൈൽ എഥനോയിറ്റ് ആണ്. ഈ എസ്റ്റർ പറയുന്നത് പെർഫ്യൂംസിലും അതുപോലെ ഫ്ലേവറിംഗ് ഏജൻസിലും പെയിന്റ്സിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെ ഈ റിയാക്ഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. നിങ്ങളുടെ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ റിയാക്ഷൻ, അതുപോലെ ടെഫ്ലോണിന്റെ കേസ്, നമ്മുടെ കോട്ടിങ്ങിന് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്ന ടെഫ്ലോണ്, പിന്നെ ആദ്യത്തെ ക്ലോറിൻ പ്ലസ് സൺലൈറ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡിഷൻ റിയാക്ഷൻ, ഈ എല്ലാ ടോപ്പിക്കും ഈ ചാപ്റ്ററിലേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ 17 മാർക്ക് വരെ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.